എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ടോക്ക് എന്ന് പറയുന്നത് ഹൃദയാഘാതം അഥവാ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഈ പറയുന്ന അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം നമ്മളോട് പറയുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയാണ്. നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചില സൂചനകളെ പറ്റിയാണ്. ആ ഒരു ടോക്ക് ചെയ്തതിൻ്റെ താഴെ കുറേ പേര് ചോദിച്ച ഒരു കാര്യമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഇതേ പറഞ്ഞ പോലെ തന്നെയാണ്, പെട്ടെന്നാണ് അല്ലെ, ഒരു അറ്റാക്ക് പോലെ തന്നെ പെട്ടെന്നായിരിക്കും പലർക്കും സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നു പോവുക, അല്ലെങ്കിൽ കൈയും കാലും തളർന്നു പോവുക, അങ്ങനെ പല രീതിയിൽ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഇതിനു മുമ്പേ, ഈ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ നമുക്ക് സൂചനകൾ കിട്ടുമോ? ഇങ്ങനെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് ഇതിന് മുന്നേ കാണിച്ചു തരുമോ എന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ടോക്ക്. നമുക്ക് കാണിച്ചു തരും. സ്ട്രോക്കിന് മുമ്പും നമ്മുടെ ശരീരം പല രീതിയിലുമുള്ള സൂചനകൾ നമുക്ക് തന്നേക്കാം. അങ്ങനെയുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെച്ചിരിക്കരുത്, ഒരു ഡോക്ടറെ പോയി കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ കൂടുതൽ വേറെ ഒന്നും പറയാതെ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ, സ്ട്രോക്ക് എന്ന് പറയുന്നത് പക്ഷാഘാതം. നമ്മൾ പലപ്പോഴും ഹെമിപ്ലീജിയ, ലൈക്ക് എന്താ പറയുക, ഹെമിപ്ലീജിയ പറഞ്ഞ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് സ്ട്രോക്ക്. നമുക്കറിയുന്ന പോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തധമനികൾ, തലച്ചോറിലേക്ക് രക്തക്കുഴലുകൾ കൊണ്ടുപോകുന്ന രക്തധമനികളുണ്ട്. അതിൽ ഒന്നുകിൽ ബ്ലഡ് ക്ലോട്ട് ആവും, അല്ലെങ്കിൽ ബ്ലഡ് ഹെമറേജ് എന്ന് പറയും, ബ്ലഡ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ എംബോളിസം. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ത്രോംബോസിസ് അല്ലെങ്കിൽ ഹെമറേജ് അല്ലെങ്കിൽ എംബോളിസം, ഇതൊക്കെ ഞങ്ങളുടെ ഭാഷകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തലച്ചോറിന്റെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന രക്തക്കുഴലുകൾ, ഇപ്പം നമ്മൾ ഹൃദയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, അതേ പറഞ്ഞ പോലെ തന്നെ ആ രക്തക്കുഴലുകളിൽ ഒന്നുകിൽ ആ രക്തക്കുഴലുകൾ പൊട്ടുന്നു, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നു. രണ്ടാണെങ്കിലും സംഭവം ഒന്നാണ് സംഭവിക്കുന്നത്. ഓക്സിജൻ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലേക്ക് രക്തം എത്തുന്നില്ല, തലച്ചോറിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒരു അവയവത്തിനെയും പോലെയല്ല, ഭയങ്കര സെൻസിറ്റീവാണ്. എത്ര കുറച്ച് സമയമാണോ അത്രയും പെട്ടെന്നാണ് കോശങ്ങൾ നശിച്ചു പോവുക. അതായത് വളരെ സെൻസിറ്റീവാണ്, അവർക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോകും. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേഗം നമുക്ക് മനസ്സിലാവുക, എത്രയും വേഗം അതിൻ്റെ ചികിത്സ കൊടുക്കുക എന്നുള്ളത് സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തലച്ചോറിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ഇല്ലാതെ വളരെ കുറച്ച് സമയം മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. എത്രയും വേഗം അത് നശിച്ചു പോകും. അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാശം പെർമനൻ്റ് ആണ്. നമുക്ക് പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, വൺസ് നമ്മുടെ ബ്രെയിൻ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ, ഓക്സിജൻ കിട്ടാതെ അത് നശിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. സോ വൺസ് ദ ഡാമേജ് ഇസ് ഡൺ, ഇറ്റ്സ് ഡൺ ഫോർ എവർ. സോ അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രയും വേഗം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇന്ന് നമ്മൾ ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാലും പറയുകയാണ്, സ്മോക്കിംഗ്, പ്ലീസ്. സ്മോക്കിംഗ് ആണ് വൺ ഓഫ് ദ ലീഡിങ് കോസസ് ഓഫ് സ്ട്രോക്ക്.